അത് രാഹുൽജിയാണ് തീരുമാനിക്കേണ്ടത് ഏത് സീറ്റ് നിലനിർത്തണമെന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. വയനാട് നിലനിർത്തണമെന്നുള്ള ഒരു സമ്മർദ്ദം അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. നമ്മളങ്ങനെ ഒരു സമ്മർദ്ദത്തിന് പോകണ്ട. ഏതാണ് പാർട്ടിക്കും രാജ്യത്തിന് നല്ലത് എന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കും. ഏതായാലും വയനാടാണെങ്കിലും റായ്ബറേലി ആണെങ്കിലും അദ്ദേഹത്തിന് വൻപിച്ച ഭൂരിപക്ഷമാണ്. 3.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞ് 1.5 ലക്ഷമായപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിൽ കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ജനകീയ സ്വീകാര്യതയാണ്. ജനങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ആഭിമുഖ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലെ എല്ലാ സീറ്റും തോറ്റതിൻ്റെ ഞങ്ങൾക്കാണ് ഉത്തരവാദിത്തമെന്നാണ് എന്നും പറയുന്നത് അല്ലേ. CPM എല്ലാ സീറ്റിലും തോറ്റിരിക്കുകയാണ്. രാധാകൃഷ്ണനെ ഇപ്പോൾ ഒരു മന്ത്രിയായിരിക്കുന്ന ഒരാളിന് കിട്ടിയത് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിനെപ്പറ്റി മിണ്ടുന്നില്ലല്ലോ. ബാക്കി എല്ലാ സീറ്റിനും തോറ്റതിനെ പറ്റി പറയും. തൃശ്ശൂർ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് ഞങ്ങൾ പഠിക്കും. അവിടെ BJP CPM കൂട്ടുകെട്ടുണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഏതായാലും അതിനെപ്പറ്റി ഞങ്ങൾ പരിശോധിക്കും. മുരളീധരൻ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവാണ്. അതുകൊണ്ട് ആ കാര്യം അദ്ദേഹത്തിൻ്റെ തോൽവി ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി പാർട്ടി പഠിക്കും. ഈ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായ മുരളീധരനെ ആ ഒരു സ്ഥാനാർത്ഥിയായി UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കൂ, ഇടഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം. അതൊന്നും ഇവിടെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അത് എന്ത് വേണമെന്നുള്ളത് ഇപ്പോൾ ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഒരു കാര്യം കൂടി, ഈ അങ്ങയുടെ ജില്ലയായ ആലപ്പുഴയിൽ പാലക്കാടിനേക്കാൾ BJP വോട്ട് പിടിച്ചു. 3 ലക്ഷം വോട്ടാണ് പിടിച്ചത്. അതെ, അത് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. BJPയുടെ വോട്ട് വർധനവ് അതിനെപ്പറ്റി ഞങ്ങൾ പാലക്കാട് മാത്രമല്ല, പാലക്കാട്, ആലപ്പുഴ, കഴിഞ്ഞ തവണയും BJPയുടെ വോട്ട് അവിടെ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ചിറയൻകീഴ്, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങയുടെ മണ്ഡലത്തിൽ തന്നെ KC 1-2 ബൂത്തുകളിലും ഒക്കെ ആയിട്ട് അല്ല, BJPയുടെ വോട്ട് ഉണ്ടായിട്ടുണ്ട്. BJPയുടെ വോട്ട് വർധനമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതെന്താണ് എന്ന് ഞങ്ങൾ പരിശോധിക്കും.